ബാപ്പച്ചി ഇത് കൊണ്ടുവെക്കോ കേട്ടോ. മോള് ചെല്ലാം. രാകേഷ് വരുന്നവരെ നീ റൂട്ടിലെ കാര്യങ്ങൾ മോളെ, നിന്റെ വാപ്പ എന്ത് പറഞ്ഞു? നേരത്തെ വിളിച്ചപ്പോൾ വെള്ളത്തിന്റെ നടുക്ക് നിൽക്കാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു, പിന്നെ കിട്ടിയില്ല. നിങ്ങളുടെ അഭ്യാസം എനിക്ക് മനസ്സിലാവില്ല എന്ന് അങ്ങേരെ നീയും വിചാരിക്കരുത്. ഞാൻ എന്ത് ചെയ്യാനാ നൗഷാദ് കാ? നിന്റെ വാപ്പ എന്റെ മാമയോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? സെയ്ദ് സാറേ, നിങ്ങൾ മഹലുകാര് ആൾക്കാരെ തമ്മിലടിപ്പിക്കാൻ നോക്കുവാണോന്ന്. എന്റെ വീട്ടുകാരുടെ ലേശം മതിപ്പുണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി വർത്താനം നിന്റെ തന്ത പറയായിരുന്നോ? നന്നായിട്ട് പ്രസ് ചെയ്താലേ മൂപ്പിലാൻ കാശിറക്കുള്ളൂ. വിളിക്കേ. എനിക്ക് വയ്യ. ഇത് എത്ര പ്രാവശ്യമായി? കാശ് എനിക്ക് കളിച്ചു കളയാനല്ല, നിന്റെയും നമ്മുടെ മോളുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. കാശിന് കാശ് തന്നെ വേണ്ട മോളെ. വിളിക്ക. ടാക്സിയിൽ വെച്ച് തന്നെയാണോ പറഞ്ഞത്? അതേന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ അയ്യോ എന്റെ ഫോൺ എവിടെ ഞാൻ ഓർത്ത്, അപ്പോഴേക്കും ടാക്സി പോയില്ലേ. ടാക്സിയുടെ നമ്പർ നോക്കിയാ പോരാ. ആ പറ മോളെ. എന്തെങ്കിലും ആയോ ബാപ്പ? ഇല്ല മോളെ, ഞാൻ ഉച്ചക്ക് മുമ്പ് എന്തെങ്കിലും ഒരു വഴി നോക്കാം. ആ ശരി മോളെ, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. നിന്റെ വാപ്പയുടെ ഇമ്മാതിരി ഉടായിപ്പേ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞേക്കെ. ഇന്നൊരൊറ്റ പകല് കൂടി ഞാൻ നോക്കും. നടന്നില്ലെങ്കിൽ ബാത്രികളാണ്. അയാള് മോങ്ങും, പട്ടി മോങ്ങണ പോലെ മോങ്ങും. ഹലോ മാമ, ഇവിടെ വിഷമം കൊണ്ട് ഓരോന്ന് പറയുന്നതാ. മാമ അതൊന്നും കാര്യാക്കണ്ട. മാമ എങ്ങനെങ്കിലും കാശ് ഒപ്പിച്ചു തരുന്നു. നീ കിടന്ന പാവത്തിനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. ജെസ്സി കേക്കണ്ടേ? മാമിക്ക് വിഷമായോ? ഹേ ഇല്ല നൗഷാദേ, ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും ശരിയാക്കാം. ഞാൻ വിളിക്കാം. ശരി മാമ. ഞാനെന്നാ പോവാ. നീ കേട്ടോ വാ പോവാം. അബുക്ക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്. പ്രശ്നമാണ്. എന്ത്? 5 ലക്ഷം രൂപ എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് നാട്ടിലെത്തിക്കണം. 5 ലക്ഷം രൂപ? എന്തിന്? പെൺമക്കളെ 2 പേരെയും വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എൻ്റെ ജമീലയാണ്. 2 കൊല്ലത്തിലൊരിക്കലും 1 മാസം നാട്ടിൽ നിൽക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂത്ത മകൾ റസിയെ കെട്ടിച്ചയക്കുന്നവരെ ജമീലയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. 5 കൊല്ലം മുമ്പ് അവൾ മരിച്ചപ്പം ഇരുന്ന് പോയടാ ഞാൻ. അവളെ വീട് വിട്ട് കൊണ്ടുപോകാൻ മനസ്സ് വരാത്തതുകൊണ്ട് പള്ളിക്കാടിനോട് ചേർന്ന് കിടക്കുന്ന എൻ്റെ മണ്ണിൽ അവളെ കബറടക്കി. നമ്മുടെ കൂട്ടത്തിൽ അത് പതിവില്ലല്ലോ. ജമാഅത്തുകാരും നാട്ടുകാരും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അവരോട് പറഞ്ഞു, 28 കൊല്ലം എൻ്റെ കൂടെ ജീവിച്ചത് എൻ്റെ ജമീലയാണ്, ജമാഅത്തുകാരല്ല. അവൾ എൻ്റെ മണ്ണിൽ ഉറങ്ങട്ടെ എന്ന്. ഇളയ മരുമകൻ ഇടയ്ക്കൊരു ബേക്കറി ബിസിനസ് നടത്താൻ ലോൺ സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഈ പറയുന്ന ഭൂമി ഞാൻ അവൻ്റെ പേരിൽ എഴുതി കൊടുത്തു. ഗുണപ്പെടട്ടെ എന്ന് കരുതി. അവനാ മണ്ണ് തിരിച്ചു തന്നതുമില്ല. ഇപ്പം 5 ലക്ഷം രൂപ ഇന്ന് കൊടുത്തില്ലെങ്കിൽ അത് വിൽക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് ഈ ദുനിയാവിൽ അബൂബക്കറിന് സ്വന്തം എന്ന് പറയാൻ 6 അടി നീളത്തിലുള്ള ഖബർ മാത്രമേ ഉള്ളൂ ഷമീർ. എല്ലാം ശരിയാവുമെന്ന് പറയുന്നല്ലാതെ. നീ വാ, നിന്നെ സ്റ്റേഷൻ ഇറക്കിയിട്ട് വേണം എനിക്ക് മാടായടുത്ത് പോയി പൈസ വാങ്ങാൻ. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ശേഷം കടന്നു കളയുന്നവരെ പിടികൂടാൻ അവരുടെ മാതൃരാജ്യങ്ങളിലെ നിയമ സംവിധാനങ്ങളുമായി ധാരണ. സുബാനെ, ഞാൻ കുറെ വിളിച്ചായിരുന്നു. മടച്ചേട്ടാ, ഞാനൊരു മീറ്റിങ്ങിനിടയിലായിരുന്നോണ്ടാ. എടാ, ഇനി നീ വിചാരിച്ചാലേ ഞാൻ ഈ കുരുക്കിന്ന് കര കയറുള്ളൂ.
ശ്രീധരേട്ടാ, എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ആകെ ടൈറ്റില്ല. നിങ്ങളോടൊക്കെ അല്ലടാ എനിക്ക് ചോദിക്കാൻ പറ്റൂ. പണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തതൊന്നും മറന്നിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വേറെന്തും സഹിക്കാം, പക്ഷെ മാനക്കേട് സഹിക്കാൻ എന്നെ ഒന്ന് രക്ഷിക്കടാ. ഞാൻ പറഞ്ഞില്ല ശ്രീധരേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ ഇരിക്കുന്നത് ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന്റെ ഇടയ്ക്കാണ്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓക്കെ, സാരമില്ല. റിപ്പീറ്റ്.